കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഷിന്നിന്റെ അച്ഛനോടും അവൻ അയാളുടെ മകനാണ് എന്നുള്ള സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അയാളുടെ പേരും ജനന തീയതിയും പറഞ്ഞതുകൊണ്ട് തന്നെ അയാൾക്കും അയാളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നുണ്ട്. അയാളുടെ പ്രണയകാലവും ഫാമിലിയോടൊപ്പം അയാള് ചിലവഴിച്ചിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളും ഒക്കെ തന്നെ ഓർമ്മ വരുന്നുണ്ട്. നീ എന്റെ മകനാണോ? അവനും അച്ഛൻ എന്ന് വിളിക്കുന്നുണ്ട്. ശേഷം ഇവരൊരുന്ന് സംസാരിക്കുന്നുണ്ട്. നീ ഒരുപാട് വളർന്നല്ലോ, അമ്മ സുഖമായിട്ടിരിക്കുന്നു, നിന്റെ സഹോദരിയോ? അവള് കല്യാണമൊക്കെ കഴിഞ്ഞു. അന്ന് ഓഫീസ് മാനേജർ എന്ന് പറഞ്ഞു വന്ന ആളാണോ എന്റെ മരുമകൻ? അതെന്നവനും ഒരു പേരക്കുട്ടിയൊക്കെ ഉണ്ട് എന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം അമ്മയുടെ റെസ്റ്റോറന്റിലേക്ക് അച്ഛനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഇവിടെയാണ് അമ്മ ജോലി ചെയ്യുന്നത്. ശരിക്കും എന്റെ ഭാര്യ തന്നെയാണോ ഇവിടെ ബിസിനസ് ചെയ്യുന്നത്? എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. അവിടേക്ക് പോയി കണ്ടിട്ട് വായോ. എങ്ങാനും എന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അമ്മയ്ക്കത് പിടികിട്ടും. അങ്ങനെ അയാളും ഭാര്യയെ പോയി കാണുന്നുണ്ട്. ആ സമയം അവർക്കും ആരോ തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അവര് അത് കാര്യമാക്കാതെ അവരുടെ ജോലികള് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അയാളുടെ മകളെയും മരുമോനെയും പേരക്കുട്ടിയൊക്കെ കാണുന്നുണ്ട്. അവരെല്ലാവരെയും കണ്ടതിന് ശേഷം ഓഫീസിലേക്കും തിരിച്ചു വരുന്നുണ്ട്. ആ സമയം ഷിന്നും ആ ഒരു മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് അവിടെ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. നിനക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ആരെയോ ചതിച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ശരിക്കും പറഞ്ഞാ എന്റെ അവസാനത്തെ നിമിഷങ്ങളൊന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുള്ളത് ഞാനൊരു എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് പോവുകയായിരുന്നു ആ ടീച്ചറുടെ കേസിൽ. അന്നേരം കാർ ഓടിച്ച് പോകുമ്പോ എന്നെ ഒരു ട്രക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. അതിനുശേഷമുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല. അതിനവനും അതൊരു ആക്സിഡന്റ് ആയിരുന്നു. നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അതിനു മുന്നേ തന്നെ നിങ്ങൾ മരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ കഥ അറിയണം, മറ്റുള്ളവരിൽ നിന്നല്ല. ഞാൻ ആ ടീച്ചറിന്റെ കേസ് കണ്ടിട്ടുണ്ടായിരുന്നു. അയാളെ ഞാൻ പോയി കാണുകയും ചെയ്തു. ഒരു ടീച്ചർ കുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിച്ചു. ആ കുട്ടിക്ക് പണിഷ്മെന്റ് കൊടുത്തു. ആ സമയത്ത് ആ ഒരു കേസ് വലിയ വിവാദമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ട സമയത്ത് വളരെ പോസിറ്റീവായിട്ട് ആയിരുന്നു എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ തെറ്റുകാരനല്ല എന്നുള്ള കാര്യം അയാൾക്കറിയാം എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അയാളല്ല, ആ സ്കൂളിൽ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളാണ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്ന ഇയാള് ആ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്ന പെൺകുട്ടികളെ ഈ സ്കൂളിൽ നിന്നും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ആ ബുള്ളി ചെയ്തിരുന്ന പെൺകുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും വലിയ നാണക്കേടായിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം അയാൾക്കെതിരെ ഒരുപാട് കേസുകളും ഒക്കെ തന്നെ വരാനായിട്ട് തുടങ്ങി. എന്റെ കുട്ടിയെ അയാൾ ഉപദ്രവിച്ചു, ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിച്ചു, സ്കൂളിലെ ഫണ്ട് അയാൾ മോഷ്ടിച്ചു എന്നിങ്ങനെ ഒരുപാട് കംപ്ലൈന്റ്സ് ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാള് നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അയാൾക്കെതിരെ ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്? അയാള് മറ്റാരുടെയൊക്കെ കണ്ണില് ഒരു ശല്യം ആയിരുന്നിരിക്കണം. അതുകൊണ്ട് ആ ടീച്ചറിനെ എങ്ങനെയെങ്കിലും അയാളുടെ പൊസിഷനിൽ നിന്നും താഴെ ഇറക്കണമെന്നായിരുന്നു അവരുടെയൊക്കെ ഉദ്ദേശം. അതുകൊണ്ട് ആ സംശയം ഞാൻ അയാളോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ, മറ്റാരെങ്കിലും ആയി വഴക്കിട്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ. ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലർക്കും ഇഷ്ടാവില്ല. പക്ഷെ എന്നാലും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ മതിയാവൂ. അതിന് അച്ഛനും നിങ്ങൾ ആരുമായിട്ടെങ്കിലും വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം 3 മാസം കഴിഞ്ഞ് അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടുപിടിച്ചു. എന്നെ കെണിയിൽ പെടുത്തിയിട്ടുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരെയും ഞാൻ കണ്ടെത്തി. ആദ്യ ആള് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അയാള് ഒരു കാഴ്ച കണ്ടത്. ആ കുട്ടിയുടെ അച്ഛനും മറ്റൊരു പ്രോസിക്യൂട്ടറും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രോസിക്യൂട്ടർ ആരാണെന്നോ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നോ അയാൾക്ക് അറിയില്ലായിരുന്നു. ഇനി താൻ വിചാരിച്ചതല്ല കാര്യങ്ങള് എന്ന് വിചാരിച്ചിട്ട് അയാള് സൂക്ഷ്മമായി എല്ലാവരെയും വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റെന്തെങ്കിലും വഴി കിട്ടുമെന്ന് അയാളും കരുതി. അങ്ങനെ എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടെത്തി. കുറെ നാളായിട്ട് ഞാൻ അവരെ ഫോളോ ചെയ്യായിരുന്നു. ഞാൻ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു. അവര് കണ്ടുമുട്ടാറായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഞാൻ ഒരു വോയിസ് റെക്കോർഡർ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മാത്രമേ എനിക്കിപ്പോ വിശ്വാസമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ സത്യം കണ്ടെത്തണം. അക്കാര്യങ്ങളെല്ലാം തന്നെ അച്ഛനും ആ ഒരു നോട്ട് ബുക്കില് കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടീച്ചറിനെ കാണാൻ വേണ്ടിയിട്ടും ആ ഒരു വോയിസ് റെക്കോർഡർ എടുക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. ആ ദിവസം തന്നെയാണ് ആ ടീച്ചറെ ആത്മഹത്യ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊരിക്കലും നടക്കില്ലല്ലോ. ഞാൻ അയാളോട് അവസാനമായിട്ട് സംസാരിച്ച സമയത്ത് അയാൾക്ക് നല്ല പ്രതീക്ഷയായിരുന്നു ഈ കേസിൽ നിന്നും രക്ഷപ്പെടാമെന്ന്. അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും ആ ടീച്ചർ മരിച്ച അതേ ദിവസം തന്നെയാണ് മരിച്ചത്. അതെന്ന ഷിന്നും നിങ്ങളുടെ ശരീരത്തിൽ ഡ്രഗ്സ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഓഫീസിൽ നിന്നും നിങ്ങൾ അഴിമതി ചെയ്തതിന്റെ ഫയലുകളും മറ്റും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൾക്കാര് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പണത്തിന് വേണ്ടിയും ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ടും മറ്റുള്ള ആൾക്കാര് പറഞ്ഞത് കേട്ട് ആ ടീച്ചറിനെ ഒരുപാട് മാനസികമായി തളർത്തിയെന്നും ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അയാള് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെയാണ് അവര് പറഞ്ഞത്. ഇത് കേട്ട് അച്ഛൻ
അച്ഛനും ഷോക്കാകുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല അതിനവനും. എന്നോട് ക്ഷമിക്കണം. എല്ലാവരും കരുതിയത് പോലെ തന്നെയാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും സത്യമല്ലെന്നാണ് ഞാനും ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അച്ഛനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും നീ എന്നെ വിശ്വസിച്ചുവല്ലോ, അത് മാത്രം മതി. എനിക്ക് ഓർമ്മയുള്ള എന്റെ അച്ഛൻ തന്നെയായിരുന്നു ശരിയായിരുന്നത്, മറ്റുള്ളവര് പറഞ്ഞതല്ല എന്നെനിക്ക് ഇപ്പൊ മനസ്സിലായി. ശേഷം സുപ്പീരിയറും ചെയർമാനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനായിട്ടുണ്ട്. ഇയാൾക്കറിയാം ആ ഒരു മന്ത്രവാദിയെ ചെയർമാൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതിനെപ്പറ്റി അയാളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഷിന്നിന്റെ അച്ഛൻ പ്രീതമായിട്ട് വന്ന് പല കാര്യങ്ങളും ചെയ്യുമെന്ന്. അയാള് എന്റെ ജൂനിയർ ആയിരുന്നു. ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യും. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇയാള് ചെയർമാനോട് ആ ഒരു വോയിസ് റെക്കോർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു പ്രോസിക്യൂട്ടർ ആ ഒരു ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് ചേർന്നിട്ട് ആ ടീച്ചർക്കെതിരെ തിരിഞ്ഞതാണ്. ഞാനും അത് വെരിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അയാളുടെ കയ്യിൽ ഒരു വോയിസ് റെക്കോർഡർ ഉണ്ട് തെളിവായിട്ട്. അയാളെ കാണാനായിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം അയാളോട് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാൻ അറിയുന്നത് അയാളും ആ ടീച്ചറും മരിച്ചു പോയിട്ടുണ്ടായിരുന്നെന്ന്. അയാൾക്ക് മാത്രമേ ആ ഒരു വോയിസ് റെക്കോർഡർ എവിടെയാണെന്നുള്ള കാര്യം അറിയാവൂ. അതിന് സുപ്പീരിയറും ഈ ഒരു വോയിസ് റെക്കോർഡറും നിങ്ങളുമായിട്ട് എന്താ ബന്ധം? അതിനയാളും ആ ഒരു ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയുടെ അച്ഛൻ എന്നെയായിരുന്നു വന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാനാണ് അയാൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്തിനാ അങ്ങനെ ചെയ്തത്? എനിക്കും ഇവിടെ പിടിച്ചു നിൽക്കണ്ടേ? എന്റെ പൊസിഷൻ ആ സമയത്ത് വളരെ വീക്കായിരുന്നു. എനിക്ക് പ്രൊമോഷൻ വേണമായിരുന്നു. അന്നാണ് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നത്. അത് ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. ആള് വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. എന്റെ മോളുടെ കേസ് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. ഇത്രയും റിസ്ക് എടുത്ത് ഞാനിത് ചെയ്തു തരുമ്പോ എനിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാലോ അല്ലേ? എനിക്കൊരു ഫ്യൂച്ചർ ആണ് വേണ്ടത്. ഇയാളിപ്പോ ഇരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മനുഷ്യനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇയാളുടെ കീഴിലിപ്പോ ഒരുപാട് വക്കീലന്മാരുണ്ട്. ഈ ഒരു പൊസിഷന് വേണ്ടിയിട്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടായിരുന്നു ഈ ഒരു തെളിവുകള് ടീച്ചറിനെതിരെ തിരിച്ചിട്ടുണ്ടായിരുന്നത്. അയാള് ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി. അതിന് സുപ്പീരിയറും നിങ്ങള് ആ ടീച്ചറിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അതിനയാളും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും ഇയാളൊരു ഗുണ്ടയെ വെച്ച് ആ ഒരു ടീച്ചറെ കൊല്ലുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തതാണ്. അത് മാത്രല്ല ഷിന്നിന്റെ അച്ഛന്റെ ആക്സിഡന്റിന് കാരണം വേറെ ആരുമല്ല ഇയാൾ തന്നെയാണ്, ആ ഒരു വോയിസ് റെക്കോർഡറിന് വേണ്ടി. എന്നിരുന്നാലും മകനോട് പറയുന്നത് ഈ കഥകളൊന്നും അല്ല. ഇയാള് പറഞ്ഞതനുസരിച്ച് ആ ഗുണ്ടയും ഷിന്നിന്റെ അച്ഛനെ അപകടത്തിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇയാളും ആ ഒരു സ്പോട്ടിലേക്ക് വരുന്നുണ്ട്. ഷിന്നിന്റെ അച്ഛൻ അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് ഇയാള് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും അയാളെ എടുത്തിരുത്തി ആ ഒരു വോയിസ് റെക്കോർഡർ എടുക്കാനായിട്ട് ഇയാള് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ജീവനുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളുടെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന ഒരു ഡ്രഗ് അയാള് ഇൻജെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മകനോട് പറയുന്നത് അയാള് ഡ്രഗ്സ് ഒരുപാട് ഉപയോഗിക്കായിരുന്നു എന്നുള്ളതാണ്. ഡ്രഗ്സും കുത്തിവെച്ച് ഷിന്നിന്റെ അച്ഛന്റെ ഓഫീസില് ഇയാൾക്കെതിരെ ഒരുപാട് ഫയലുകൾ ഈ ചെയർമാൻ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അയാളൊരു അഴിമതിക്കാരനെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ മകനോട് പറയുന്നത് അയാളൊരു അഴിമതിക്കാരനായിരുന്നു. അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീടാണല്ല വെളിയിൽ വന്നത്. സുപ്പീരിയറും വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് എന്തുപറ്റി? അവന് വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതാണ് എനിക്ക് വേണ്ടത്. അവൻ പ്രേതമായിട്ടെങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വോയിസ് റെക്കോർഡർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. അത് നമുക്ക് നല്ലതല്ല. നമ്മുടെ നിലനിൽപ്പ് മോശമാവും. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തകരും. ഇയാള് കള്ളക്കഥകളായിരുന്നു സുപ്പീരിയറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാതി സത്യവും പകുതി കള്ളവും. ഇയാളായിരുന്നു എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു കാർഡും എടുത്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഷിന്നും നിങ്ങൾ ആ ഒരു വോയിസ് റെക്കോർഡർ എടുക്കാനായിട്ട് പോകുന്ന സമയം ആരോടെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോ അതാ ചെയർമാനാണ് എന്നുള്ള കാര്യം ഷിന്നിനോട് പറയുന്നുണ്ട്. അയാളെ എനിക്ക് അറിയാലോ. അതിനവനും അയാൾ എനിക്കൊരു സഹോദരനെ പോലെയാണ്. അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അതിന് ഷിന്നും ടീച്ചറിനും നിങ്ങൾക്ക് മാത്രം അറിയാന്നുള്ള ഒരു കാര്യമാണത്. നിങ്ങൾ എവിഡൻസ് എടുക്കാനായിട്ട് പോകുന്നു എന്നറിഞ്ഞിട്ടാണ് അയാള് നിങ്ങളെ രണ്ടുപേരെയും കൊന്നിരിക്കുന്നത്. ഇവിടെ ഹാനം ആ രണ്ട് കേസുകളുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ രണ്ട് കേസുകളുടെയും റിപ്പോർട്ടില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിനാ പ്രോസിക്യൂട്ടറും ഇത് 20 വർഷം മുന്നേ നടന്നിട്ടുള്ള കാര്യമല്ലേ, അങ്ങനെയൊക്കെ തെറ്റ് സംഭവിക്കുമല്ലോ. ഷിന്നും അച്ഛൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു നോട്ട്ബുക്കും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അമ്മയ്ക്ക് അച്ഛൻ വാങ്ങി തന്നിട്ടുണ്ടായിരുന്ന ഒരു ബാഗില്ലേ, അതെവിടെയാണ്? അതിനകത്ത് അച്ഛന്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അവരും ഇത് എടുത്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു നോട്ട്ബുക്കും അവൻ എടുക്കുന്നു. അവനത് എടുക്കുന്നത് കണ്ട് അവര് അങ്ങനെ അതിശയിക്കുന്നൊന്നുമില്ല. ഷിനും അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യം അമ്മയ്ക്ക് അറിയാമോ? ഉണ്ടെന്ന് അവരും. അതെങ്ങനെ മനസ്സിലായി? ആ ഒരു പേപ്പർ ക്രെയിൻ ആണ്. ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരു പേപ്പർ ക്രെയിൻ അതിനകത്തുണ്ടായിരുന്നു. പണ്ട് നിന്റെ അച്ഛൻ എനിക്കത് ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലേ? എന്നിട്ടൊന്നും നടക്കാത്ത പോലെ ആയിരുന്നല്ലോ എന്നോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. നിനക്ക് പ്രേതങ്ങളെ കാണാനായിട്ട് കഴിയുമെന്ന് ഞാൻ കേട്ട സമയം മുതൽ നിന്റെ അച്ഛനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിനക്ക് ഒരുപാട് വേദന
സൂചനകൾ നൽകും. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ സംസാരിക്കാതിരുന്നത്. ഷിനും അച്ഛന്റെ പേരിൽ ഉണ്ടായിരുന്നത് തെറ്റായ കാര്യങ്ങളാണ്. അച്ഛൻ സത്യസന്ധനായിരുന്നു. അച്ഛനിപ്പോ എവിടെയാണുള്ളത്? ഓഫീസിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നേരെയാക്കിയതിനു ശേഷം കുടുംബത്തെ മൊത്തത്തിൽ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, നീ പോയി നിന്റെ ജോലി പൂർത്തിയാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവാ. അവനത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പ്രോസിക്യൂട്ടർക്കും ഒരു കോള് വരുന്നുണ്ട്. അതാ ഒരു ചെയർമാന്റെ ഗുണ്ടകളായിരുന്നു. ആ ടീച്ചറുടെ കേസിലെ അതും അന്വേഷിച്ച് ഒരു വക്കീല് നടക്കുന്നുണ്ട്. അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ആരാണെന്ന് സുപ്പീരിയറും ചോദിക്കുമ്പോ ഹാൻ ആണ് എന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നുണ്ട്. അത് കേൾക്കുമ്പോ അവനൊന്ന് ഷോക്കാകുന്നുണ്ട്. കാരണം ഈ ഗുണ്ടകള് അവളെ അപകടപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവനും ഹാനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അവനവൾക്ക് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. നീ ഈ കേസ് അന്വേഷിക്കുന്നത് നിർത്തണം. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. നീ തിരിച്ച് ഓഫീസിലേക്ക് വരണ്ട. ഷിനിന്റെ കൂടെ ജോലി ചെയ്യുന്നതിലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ സത്യം അറിയാൻ വേണ്ടിട്ട് നീ ശ്രമിക്കരുത്. അത് അപകടമാണ്. അപ്പൊ നിനക്ക് ഒരു കാര്യം അറിയായിരിക്കല്ലോ, ആരാണ് എന്നെ അപകടത്തില് ആക്കാനായിട്ട് പോകുന്നതെന്ന്. ആരാണ് ആ മനുഷ്യൻ? പക്ഷെ അവനത് പറയില്ല. നീ എന്റെ ഒരു കൊളീഗ് ആയതുകൊണ്ടാണ് നിന്നോട് ഞാനൊരു സൂചന നൽകുന്നത്. ഇതൊരു വാർണിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് അവനും പോകുന്നുണ്ട്. ആ സമയം പ്രോസിക്യൂട്ടറും ഇവളോട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ടീച്ചർ മരിച്ചു എന്ന് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന ഗുണ്ടകളിലെ ഒരാളാണ്. അത് മാത്രല്ല, ആ ഒരു റെഡ് ഡ്രാഗൺസ് എന്നുള്ള ഒരു ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് യാങ് എന്ന പ്രോസിക്യൂട്ടർ അല്ല, അത് ഷിനിന്റെ അച്ഛനാണ്. ഷിനിന്റെ അച്ഛനും വോയിസ് റെക്കോർഡർ തന്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരാളുടെ കയ്യിലാണ് ആ ഒരു ടീച്ചറും ആ ഒരു വോയിസ് റെക്കോർഡർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു അഡ്രസ് ആണ് ഇവന്റെ അച്ഛൻ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് എടുക്കാൻ പോകുന്ന വഴിക്കാണ് ഇവന്റെ അച്ഛനും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആ അഡ്രസ്സില് ആ ഒരു സ്ഥലത്ത് പോയി ഷിനൻ നോക്കുന്നുണ്ട്. അതൊരു ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയായിരുന്നു. അവിടെ ഒരു വയസ്സായ മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ ഷിങ്കി ജങ് എന്ന ആളുടെ മകനാണ്. മുമ്പ് അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ അയാളും എഴുന്നേറ്റിട്ട് ഒരു കാര്യം എടുക്കുന്നുണ്ട്. അതാ ഒരു ടീച്ചർ ശേഖരിച്ചിട്ടുണ്ടായിരുന്ന തെളിവായ വോയിസ് റെക്കോർഡർ ആയിരുന്നു. ഷിഷ്ം ഹാനും ഷിനിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ ഇത് ഷിനല്ല, മറ്റാരോ ആണെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഷിൻ അങ്ങനെ ഒരു കാര്യങ്ങളും ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവന്റെ അച്ഛൻ പ്രേതമായിട്ട് വന്നിട്ടുണ്ട് എന്നൊന്നും ഇവൾക്ക് അറിയില്ല. അങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്താണ് ഷിന്നിന്റെ അച്ഛനാണ് ഇവന്റെ ദേഹത്തേക്ക് കയറിയിരിക്കുന്നത് എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത്. ഹാനോടും അവൾ ആരാണ് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഷിന്നിന്റെ കൊളീഗാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവളുടെ സംസാരം വെച്ച് ഷിന്നിനോട് ഇവൾക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യവും അയാൾ മനസ്സിലാക്കുന്നുണ്ട്. ഷിന്റെ അച്ഛനും ഞാൻ വളരെയധികം കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ്. എന്റെ കയ്യിൽ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ തെളിവ് കാരണം എന്റെ മകന് അപകടം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് നശിപ്പിക്കണോ അതോ ഇതുമായിട്ട് മുന്നോട്ട് പോകണോ എന്ന് എനിക്കറിയില്ല. അതിനവളും ഷിന്നിന് നിങ്ങളൊരു സത്യസന്ധനായിട്ടുള്ള ഓഫീസറായിരുന്നു. നിങ്ങളെ തെറ്റായ കാരണങ്ങൾ കൊണ്ട് ആരോപിച്ചിട്ടാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ വക്കീലായത് തന്നെ അതുകൊണ്ടാണ്. അവനും സത്യം പുറത്ത് കൊണ്ടുവരണമെന്നുണ്ട്. അവൻ ഒരുപാട് ടഫായിട്ടുള്ള കേസ് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അയാൾ അത് തന്നെ ചെയ്യും. അതുകൊണ്ട് അയാളെ വിശ്വസിക്കുന്നതാണ് നല്ലത്. അതെ, ഞാൻ മനസ്സിലാക്കുന്നു. ഞാനല്ല, അവനാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇനി എങ്ങനെയാ അവനെ ഉണർത്തേണ്ടത് എന്ന് ചോദിക്കുമ്പോ അവളും വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട്. ഷീനിന് ബോധം വരുന്നു. അവളും നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവനും ഓഫീസിലേക്ക് വരുന്ന സമയം ആ ഒരു ഗുണ്ടകളും ഈ ഒരു വോയിസ് റെക്കോർഡർ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അത് ആ സുപ്പീരിയർ അയച്ചതാണ്. ഷിന്നെ മാത്രമല്ല, ആ ഹാൻ എന്ന പെൺകുട്ടിയും അവന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് ഗുണ്ടകളും പറയുമ്പോ അവനൊന്ന് ഷോക്കാകുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ അച്ഛൻ എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവനത് തടയില്ല. ഇവിടെ ഷിന്നും ഓഫീസിലേക്ക് വരുന്ന സമയം ഇവന്റെ ഓഫീസിൽ ആരൊക്കെയോ എന്തൊക്കെയോ പരിശോധിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അവിടെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണെന്ന് ഇവന് മനസ്സിലായി. ആ ഒരു വോയിസ് റെക്കോർഡറാണ് അവരും ചോദിക്കുന്നത്. ഷിന്നിന്റെ അച്ഛനും അവന്റെ ദേഹത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവരും ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ ഫൈറ്റിനൊടുവിൽ ആ ഒരു ഗുണ്ടയും ആ ഒരു ഷിന്നിന്റെ അച്ഛന്റെ മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് കയ്യിലെടുക്കുന്നുണ്ട്. ഞാനിത് ഇപ്പൊ കത്തിക്കും. നിങ്ങൾ ആ ഒരു വോയിസ് റെക്കോർഡർ എനിക്ക് തരണം. അത് കാണുമ്പോ ഷിനും ആളെ നിർത്തുന്നുണ്ട്. എന്നിട്ട് വോയിസ് റെക്കോർഡർ അയാൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഷിന്നിന്റെ അച്ഛൻ അത് തടയുന്നുണ്ട്. നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോഴും ഷിന്നും നിങ്ങൾ പോകണ്ട, അതാണ് എനിക്ക് താല്പര്യം. അങ്ങനെ അവന് ആ ഒരു വോയിസ് റെക്കോർഡർ അവിടെ വെക്കുന്ന സമയം ഗുണ്ടയും ആ ഒരു മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് തിരികെ കൊടുക്കുന്നുണ്ട്. ഗുണ്ടകളും അവനെ അടിച്ചിടുന്നു. പക്ഷെ അവനും തിരിച്ചു ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിലാണ് അവന് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരെയും ഇവരും അടിച്ചിടുന്നുണ്ട്. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.